ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരമൊരു സന്ദർഭത്തിൽ നീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനവും നീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ കാർവാനും വളരെയധികം പ്രസക്തമാണ് എന്ന് ഞാൻ പറയും. ഈ മഹാസംഗമത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാന്യനായ അമീർ അവർകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുവാനുള്ള ജമാഅത്തെ ഇസ്ലാമി തീരുമാനം അറിയിക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പ്രവർത്തകരെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഈ രാജ്യത്ത് നീതിയിലും ധർമ്മത്തിലും താൽപര്യമുള്ള മുഴുവൻ ജനങ്ങളുടെ വികാരം സ്വാംശീകരിച്ചുകൊണ്ടും ഞാൻ ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ നേതൃത്വത്തിന് വാക്കുകൊടുക്കുന്നു. ഏതു രൂപത്തിലാണോ ഇന്ത്യയിൽ ആ പ്രസ്ഥാനം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സ്വഭാവത്തിൽ കേരളത്തിലും അതിൻ്റെതായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ ഏതു മുന്നണിയോടാണ് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒട്ടേറെ സംഭാവനകൾ കേരളത്തിൽ പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ളതാണ്. പത്രമാധ്യമ രംഗത്ത് സംഭാവന നൽകിയിട്ടുണ്ട്. സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ മേഖലയിൽ സംഭാവന നൽകിയിട്ടുണ്ട്. യുവജന പ്രസ്ഥാനങ്ങളുടെ മേഖലയിലും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുള്ള ഏതൊരു സംഭാവനയും കേരളത്തിൽ ആ രംഗത്തുള്ള ഒരു വഴിത്തിരിവായിരുന്നു. പടച്ചവൻ അനുഗ്രഹിച്ചെങ്കിൽ കേരളീയ സമൂഹത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര നേതൃത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന ഈ സംഭാവനയും കേരളത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ള വഴിത്തിരിവായിരിക്കും എന്ന് ഞാൻ പറയും. സ്വതന്ത്രമായ അസ്തിത്വമുള്ള, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാൻ ശേഷിയുള്ള, എന്നാൽ ഇരുമുന്നണികളോടും സംസാരിക്കുവാൻ ആർജവമുള്ള ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജന്മം നൽകും. ചില ആളുകൾ ചോദിക്കും, നിങ്ങളുടേതുപോലുള്ള ഒരു ധാർമ്മിക പ്രസ്ഥാനം രാഷ്ട്രീയത്തിൽ വരുന്നത് അതിൻ്റെ ധാർമ്മികത നഷ്ടപ്പെടുത്തുവാൻ ഉപകരിക്കുകയില്ലേ, കാരണമായി തീരുകയില്ലേ എന്ന്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഗുണകാംക്ഷികളാണ് അത് ചോദിക്കുന്നത്. ഞാൻ അവരോട് പറയും, സ്വന്തം ധാർമ്മികത നഷ്ടപ്പെടുത്തുവാനല്ല, കേരളീയ സമൂഹത്തിനും അവർ നേതൃത്വം നൽകുന്നവർക്കും ഒരു ധാർമ്മികത പകർന്നു നൽകുവാനാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുക എന്ന്. ചിലർ ചോദിക്കും, ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദർശപരമായിട്ടുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചു. മുതലാളിത്തത്തിനെതിരെയും ദൈവനിഷേധപരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കെതിരെയുമുള്ള ദാർശനികമായ പോരാട്ടങ്ങൾ കരുതി കുറിച്ചോ എന്ന് ചിലർ ചോദിക്കും. ഞാൻ അവരോട് പറയും, ഏതൊരു ഭൂമികയിലാണോ ഈ പ്രസ്ഥാനം നിലനിന്നത്, ആ ഭൂമികയിൽ ഈ പ്രസ്ഥാനം നിലനിൽക്കും. മനുഷ്യവിരുദ്ധമായിട്ടുള്ള ദർശനങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കുമെതിരെ എത്ര ശക്തമായിട്ടാണോ ഈ പ്രസ്ഥാനം പോരാടിക്കൊണ്ടിരുന്നത്, ദാർശനിക തലത്തിലും കർമ്മതലത്തിലും അവയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പോരാട്ടം തുടരും. അതേ അവസരത്തിൽ പീഡനമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കും പിന്നാക്കക്കാർക്കും രാജ്യത്തിന്റെ അന്തം കെട്ട വികസനത്തിന്റെ ഇരകളായി തീർന്നിട്ടുള്ള ജനവിഭാഗങ്ങൾക്കും ആശ്വാസവും മാർഗദർശനവും നൽകുന്ന തരത്തിൽ ഒരു സാമൂഹ്യ പ്രസ്ഥാനമായി തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രസ്ഥാനത്തെ കേരളത്തിലും മുന്നോട്ട് നയിക്കും എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ജമാഅത്തെ ഇസ്ലാമി ആരുടെയും ഉപകരണമാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കക്ഷിയോ ഒരു മുന്നണിയോ ഈ പ്രസ്ഥാനത്തെ ഉപകരണമാക്കി മറുമുന്നണിയെയോ മറുകക്ഷിയെയോ അടിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആരുടെയും ഉപകരണമാകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന വസ്തുത കൂടി ഞാനിവിടെ വിശദീകരിക്കുകയാണ്. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി നിലവിലുള്ള ജനാധിപത്യ ഘടനയെ മൂല്യവും ധർമ്മവും സ്ഥാപിക്കുവാനുള്ള ഒരു ഉപകരണമാക്കി ഉപയോഗപ്പെടുത്തുവാനാണ് തീരുമാനിക്കുന്നത് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ഈ മഹാസംഗമത്തിന് നൽകിയിട്ടുള്ള വലിയ പിന്തുണ ഭാവിയിലും ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്